ഇതിലൂടെ നടക്കാൻ നല്ല രസമാട്ടോ. ഇപ്പോൾ ഫുള്ള് എന്താ പറയുക മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൊടുക്കാം. ഇതേതാ മീൻകറി ഇത് തിളക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്യാമെന്ന്. ഇന്നൊരു സൺഡേ ആണ്, വീക്കെൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് എന്ത് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. ഞങ്ങൾ നോർമലി വീക്കെൻഡ് ആയിക്കോട്ടെ വീക്ക് ഡേ ആയിക്കോട്ടെ ഒരു 6 മണിക്കും നോർമലി വീക്ക് ഡേയ്സിൽ ഒരു 5:45 6 മണിക്കാണ് എഴുന്നേൽക്കാറ് ഞാൻ. പിന്നെ വീക്കെൻഡ് ആയാലും ഏകദേശം ഓട്ടോമാറ്റിക്കലി ഈ ഒരു സമയമാകുമ്പം ഉറക്കം കിട്ടും. അപ്പം അതൊരു ഇതായിട്ടുണ്ട്, ഒരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഞാനങ്ങനെ രാവിലെ എണീച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഞാൻ നോർമലി ഫ്രഷായ നേരെ ബാൽക്കണിയിലേക്ക് വരും. അപ്പം നിങ്ങൾക്ക് കാണണ്ടേ, കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം അതിൽ ചില ചെടികളൊക്കെ ചെറിയ രീതിയിൽ കരിയൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ചെട്ടിയൊക്കെ ചെറുതായിട്ട് 2 ചെട്ടി കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല. കണ്ടോ, സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഇപ്പം എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബാൽക്കണിയൊക്കെ ചെടികളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇവിടെ ഇരിക്കും, വീട്ടിൽ വിളിക്കും, പിന്നെ അതേപോലെ ഇവിടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണും. അങ്ങനെയാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഇവിടെ ഇരുന്നാൽ രാവിലത്തെ വെയിൽ ഈ ഒരു സൈഡിലേക്കാട്ടോ. അപ്പോൾ രാവിലെ നല്ല വൈറ്റമിൻ ഡി കിട്ടാനൊക്കെ ഞാൻ ഇവിടെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നടക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പോവാം. ഇതാവട്ടെ ഞങ്ങളുടെ ജിമ്മ്. ആരുമില്ല, എല്ലാവരും നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നത്. ഇതാണ് ഞങ്ങളുടെ ജിമ്മ്. കണ്ട, ഞങ്ങൾ വല്ലപ്പോഴും വരുന്നൊരു സ്ഥലമല്ലേ. പുതിയ മിററൊക്കെ ആക്കി കേട്ടോ. എന്താ ഇവിടെ ഈ ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ ആൾക്കാർ വന്ന് ക്രിക്കറ്റ് കളിക്കുന്നു കേട്ടോ. ബിൽഡിങ്ങിൻ്റെ മറ്റേ സൈഡിൽ പോവാണ്. ഇവിടെ നല്ല രസമാണ് കേട്ടോ നടക്കാൻ. കാരണം ഈ ഒരു സൈഡിൽ ഫുള്ള് വില്ലാസാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇപ്പം കേൾക്കുന്നുണ്ടോ? കിളികളുടെ കളറാ എന്നാ ഒന്നുകൂടെ മനസ്സിലേക്ക് കളകളാരവ. ഇതിലൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ഇതേപോലെ നല്ല കാണാൻ ഭംഗിയുള്ള പ്രൈവറ്റ് വില്ലാസ് കേട്ടോ.
ഇതാട്ടോ നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഞാൻ ഇപ്പം എനിക്ക് ഇതുണ്ട്, ക്യാബുണ്ട്. പക്ഷേ അല്ലാത്ത സമയത്ത് ഞാൻ അവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ടാണ് എൻ്റെ ഓഫീസിലേക്ക് പോവാം. ഇവിടെ അതേപോലെ ഇങ്ങനെ ബസ് നമ്പറൊക്കെ കാണിക്കും കേട്ടോ. ടൈമിംഗ് ഉണ്ടാവില്ല, ടൈമിംഗ് നമ്മൾ വീട്ടിൽ നോക്കണം. അപ്പോൾ ഇതാണ് ബസ് സ്റ്റോപ്പ്. ഈ മരമാണ് ഞങ്ങളുടെ സ്റ്റോപ്പിംഗ് പോയിന്റ്. ഇവിടെ എത്തിയാൽ ഞങ്ങൾ പിന്നെയും തിരിച്ച് വീട്ടിലേക്ക് പോകും. നടന്നൊന്ന് ക്ഷീണിക്കുമ്പോൾ നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കും അല്ലേ. നമ്മളിവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ റെസ്റ്റ് എടുക്കുകയാണ്. ഇനി തിരിച്ചു പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം അല്ലേ. എന്നതാണ് നമ്മുടെ സ്പെഷ്യൽ. അപ്പം മുട്ട റോസ്റ്റ് ഒന്നുമല്ല ഗൈസ്, നമ്മുടെ ദോശയും സുടുസുടാ ദോശയും പിന്നെ ഇതും ചട്നിയും. അപ്പം നമ്മൾ ദോശ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെയാണെങ്കിൽ ചെറുതായിട്ടും ചട്നിയല്ലേ, കോക്കനട്ട് ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്തൊക്കെ ഇട്ട് ചെറുത്തേട്ടാ, കുറച്ച് പൊട്ടുകടൽ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കുക, എന്നിട്ട് തേങ്ങ ഇട്ടാൽ മതി, അല്ലെങ്കിൽ അരഞ്ഞു പോകും. ഓൾറെഡി പറഞ്ഞ് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇടാം. കുറച്ച് ഉപ്പിടുക, ഇത്ര മതിയോ? ചൂട് വെള്ളം ഒഴിക്കുന്നുണ്ട്. സ്വാദിഷ്ടമായ ചട്നി റെഡി ആയിട്ടുണ്ട് അല്ലേ. ഈ ബാറ്ററിൽ ഉപ്പുണ്ടാവും, അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. മീൻസ് വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ തിക്കായിട്ടാണെങ്കിൽ തിക്കായിട്ട് ഇട്ടേക്കാം. നല്ലോണം ചൂടായിട്ടുണ്ട്. കട്ടൻ ഇവിടെ തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ ചായക്ക് ദോശ, ചട്നി, പിന്നെ കട്ടൻ ചായ. നമ്മളെന്നും ഇങ്ങനെ എന്തെങ്കിലും കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കാറ്. ഇതൊരു സീരീസാണ്, നെറ്റ്ഫ്ലിക്സിൽ വന്ന. രസമുണ്ട് കാണാൻ. ഒരു തമിഴ് സീരീസ്, എന്തായിരുന്നു പേര്, സ്വീറ്റ് കാരം കോഫി എന്ന് പറഞ്ഞൊരു സീരീസാണ്. നേരത്തെ കണ്ടിരുന്ന ആ സീരീസ് കംപ്ലീറ്റ് ചെയ്ത് ഇത്ര നേരം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പം ക്ലീൻ ചെയ്യണം ഫുള്ള്. നോർമലി നമ്മൾ ഫ്രൈഡേ സാറ്റർഡേ ആണ് ക്ലീൻ ചെയ്യാറ്, പക്ഷെ അതിന് സമയം കിട്ടിയില്ല. അപ്പം ഇന്ന് സൺഡേ ക്ലീൻ ചെയ്യണം. അതാണ്, ക്ലീനിങ് ആണ് അടുത്ത പരിപാടി. ഹലോ, എക്സ്ക്യൂസ് മീ, ലെറ്റ്സ് ക്ലീൻ. അങ്ങനെ വേണ്ട, നടപടിക്ക് നടക്കൂല. ആ നടപടിക്ക് ആവുന്ന കാര്യമല്ല. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ക്ലീൻ ചെയ്യും. ഓക്കെ, നിങ്ങൾക്കും അതല്ലേ കാണാൻ താല്പര്യം?
പരിപാടി? ഇവിടെ നമ്മളിന്ന് ചോറും മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫിഷ് ഇതേപോലെ ഇങ്ങനെ നമ്മൾ പറയുന്ന പോലെ നമുക്ക് കട്ട് ചെയ്ത് തരും. നമ്മൾ ലുലുന്നായിക്കോട്ടെ എവിടെ പോയാലും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് തരും. അതിപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി, അത്രയേ വേണ്ടു. സുടുസുടാ ചോറ് ഇവിടെ റെഡിയാണ് ഗായ്സ്. പിന്നെ ശരത് കുമാർ ഇവിടെ പയറ് തോരനുണ്ടാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതെ, ഉപ്പേരിയായി കേട്ടോ ഗൈസ്, പയറുപ്പേരി. തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ മീൻകറി ഇത് തിളക്കുന്നു. അയില കേട്ടോ, അയില മീൻ. ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി എന്താ പരിപാടി? ഇതൊക്കെ ക്ലീൻ ചെയ്യണം. ഫുള്ള് കുക്ക് ചെയ്തതിൻ്റെ എന്താ പറയുക അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം തുടക്കാൻ വേണ്ടി. മൊത്തത്തിൽ വീട് ഫുള്ളും തുടക്കാൻ പോവാണ്. അത് പറയാനല്ല ഞാൻ വന്നത്. ആക്ച്വലി ഈ ഒരു മോപ്പും ഞാൻ തേമോന്ന് വാങ്ങിച്ചതാണ്. നല്ല അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാമെന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ അത് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതൊരു ബോട്ടിലാണ്. ഇതിൽ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യുക, വേണമെങ്കിൽ ക്ലീനിങ് ലിക്വിഡൊക്കെ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ തുറന്നിട്ട് ജസ്റ്റ് ഒരു നോർമൽ ബോട്ടിൽ പോലെ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഫിറ്റ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു പ്രസ് ചെയ്ത സംഭവമുണ്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്താൽ വെള്ളം ഇങ്ങനെ അടിക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്യും. കണ്ടോ, സിമ്പിളാണ്. നമ്മൾ വെള്ളമൊന്നും എടുത്തിങ്ങനെ നടക്കണ്ട. ഇന്ന് നമുക്ക് ലഞ്ചിന് കഴിക്കാനുള്ളത് അയിലക്കറി, പിന്നെ അയില പൊരിച്ചത്, പയറുപ്പേരി, പപ്പടം, പിന്നെ അച്ചാർ. കഴിക്കാമെന്ന് വെച്ചിട്ട് ഈ ഒരു പൈനാപ്പിൾ ഫ്ലേവറിലുള്ള യോഗട്ട് എടുത്തിട്ടുണ്ട്, അൽറവാബീൻ്റെ. ഗൈസ് ചെറുതായിട്ടൊന്ന് മയങ്ങി. ഇനിയിപ്പം കുറച്ച് തുണികളുണ്ട്, അതിനി അയലിടണം. അതാണ് അടുത്ത പരിപാടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂളിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഗൈസ് ഇനി നമ്മൾ പൂളിൽ പോകാൻ നോക്കുകയാണ്. അതിനു മുമ്പ് തലയിൽ കുറച്ച് വെളിച്ചെണ്ണയും നമ്മുടെ റോസ്മെരി വാട്ടറൊക്കെ തേക്കണം. റോസ്മെരി വാട്ടർ നമുക്ക് സ്പ്രേ ചെയ്ത് നോക്കാം. ഞാൻ അധികം തല നനയ്ക്കില്ല പൂളിൽ പോയാൽ. കോക്കനട്ട് ഓയിൽ തേക്കാം. ഗൈസ് നമ്മൾ പൂളിൽ വന്നപ്പോൾ ഇവിടെ നിറയെ ആൾക്കാരെ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ശങ്കിച്ച് നിൽക്കുകയാണ്. കാരണം വീഡിയോ എടുക്കാനും പറ്റില്ലല്ലോ, ഓരോരുത്തർ ബിക്കിനിയിലൊക്കെ ഉള്ളു, പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല. നമ്മൾ കുറേ കാലത്തിന് ശേഷം കേട്ടോ പൂളിൽ വരുന്നു. നമ്മളങ്ങനെ വരാറേ ഇല്ല. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പൂളിൽ വന്നത് കുറേ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയും പറയുന്നുണ്ടായിരുന്നു പൂളിൽ വരണമെന്ന്. കുറേ കാലത്തിന് ശേഷം എനിക്കിതിൻ്റെ ഫുള്ള് ആ ഒരു സംഭവം കാണിച്ച് തരാൻ പറ്റില്ല, കാരണം വേറെയും കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേറെ ഒരു ദിവസം ഞാൻ എന്തായാലും ഹോം ടൂർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പൂളും സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പൂളിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു, കാരണം അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ പൂളിലൊക്കെ പോയി വന്നു, കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ചെടിക്ക് വെള്ളം നനയ്ക്കണം ഇനി അടുത്തത്. അപ്പം ഇരുട്ടായി. ആക്ച്വലി 6 മണിയായിട്ടേ ഉള്ളൂ, പക്ഷേ അപ്പോഴത്തേക്ക് പുറത്ത് നല്ല ഇരുട്ടായി. പക്ഷെ ചെടിക്ക് വെള്ളം നനയ്ക്കാനുണ്ട്. അത് കഴിഞ്ഞ് ചായ കുടിക്കാം. ചെടിക്ക് വെള്ളം കോരിയതിന് ശേഷം ഇതാ ഞാൻ ചായ വെക്കാനുള്ള പരിപാടിയിലാണ്. ഒരു അടുപ്പിൽ ചായക്കം വെച്ചിട്ടുണ്ട്. പിന്നെ പുഴുങ്ങിയ പഴം കേട്ടോ നമ്മൾ ചായക്കടിയായിട്ട്.
ചായയും പുഴുങ്ങിയ പഴമാണ് ഇന്ന്. എനിക്ക് പഴം പിടിക്കുക അപ്പോൾ ഈ ഒരു ചായ കുടിച്ചുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടമാവുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.